ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള, എന്നാൽ നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കപ്പോഴും ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. വേറൊന്നുമല്ല, നല്ല അടിപൊളി ഒരു കിഴങ്ങ് കൊണ്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ പലർക്കും അറിയാൻ പേത്തർക്ക് വേണ്ടി ഞാനിന്ന് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/2 കിലോ ഉരുളക്കിഴങ്ങുണ്ട്. തൊലിയെല്ലാം ചെത്തി ഇന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അത് എങ്ങനെയാണ് അരിഞ്ഞെടുക്കേണ്ടതെന്ന് അറിയാൻ പറ്റിയ ആൾക്കാർ കാണും കേട്ടോ. അതിപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇതേപോലെ തീരെ കനം കുറഞ്ഞ പോലെ കൂടിയും പോലെ ഈ ഒരു രീതിക്ക് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. എനിക്ക് തോന്നുന്നു ഇതൊക്കെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്നത് എന്നാന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ചോറും പാത്രത്തിൻ്റെ അകത്തൊക്കെ കൂടുതലും വെച്ചെടുക്കുന്ന ഒരു ഐറ്റമായി ഈ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വെട്ടുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ നമ്മളത് ഉരുളക്കിഴങ്ങൊക്കെ ഇതേപോലെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നേരെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടാൽ പോരാ, നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുകയും ചെയ്യണം. കാര്യം ഇതിനകത്തൊരു കറയുണ്ട്. 1-2 വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് ഒരു കിടത്ത പാത്രത്തിൻ്റെ അകത്ത് ഇട്ട് വെക്കണം. കാര്യം വെള്ളം പാലാൻ നിൽക്കണം. അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരട്ടെ. അപ്പോൾ എന്തായാലും ഇതേപോലെ നന്നായിട്ട് കഴുകി ഈ വെള്ളം ഒന്ന് പാലാൻ വേണ്ടി വെക്കുകയാണ്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കതെങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അടുപ്പൊന്ന് കത്തിച്ച ശേഷം ഇതേപോലെ പാത്രം അങ്ങോട്ട് വെച്ച് കൊടുക്കുക. നമ്മുടെ ഈ പാത്രം ഒന്ന് ചൂടായതിന് ശേഷം ഈ മെഴുക്കുവരട്ടിക്കെന്ന് പറയുമ്പോഴത്തേക്ക് അല്പം എണ്ണ വേണം കേട്ടോ. ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. 2, 3. ഇപ്പോൾ ഈ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ കുറച്ച് കടുക് ഒന്ന് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ അതേ പടപടാന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനിയും വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ജീരകം ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരല്പം കൂടുതൽ ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ്. ഈ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒന്ന് മുറിച്ചിടണം കേട്ടോ. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കും. വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒരു പിടി കൊച്ചുള്ളി, ഇത് 2ആയിട്ടൊന്ന് മുറിച്ചെടുത്താണ്. ഇതാണ് 1 പിടി, ഇതേപോലെ 1 പിടി കൊച്ചുള്ളി, അതങ്ങോട്ട് ഇട്ടു. ഇനി ഇത് രണ്ടും കൂടെ ചെറുതായിട്ടൊന്ന് മൂത്ത് വേണ്ട. ഇപ്പം ഇച്ചിരി തേങ്ങാക്കൊത്തൊക്കെ ചിലപ്പം ചിലർക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരല്പം തേങ്ങാക്കൊത്തൂടൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമെന്നാണ്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഇളക്കി ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരണം. കൂട്ടത്തിൽ ഒരു 2 തണ്ട് കറിവേപ്പില അതിലിട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒരുപാട് ചുമന്നൊന്നും വരണ്ട. അത് ഇതേപോലെ ചെറുതായിട്ട് ഒരു കളർ മാറ്റം വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളമെല്ലാം ഒന്ന് വലിച്ചിട്ടുണ്ട്. വെള്ളം കംപ്ലീറ്റ് പോകാൻ ശേഷം വേണം നമുക്കത് എടുക്കാനായിട്ട്. ഇനി ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഏതായാലും നമുക്കൊന്ന് ഇളക്കി കൊടുക്കും. കാര്യം വെള്ളം ഒഴിക്കുമ്പോഴാണ് ഇത് കുഴഞ്ഞൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഒരല്പം പോലും വെള്ളം ഒഴിക്കാതെ വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. കണ്ടോ, എല്ലാ ഭാഗവും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇങ്ങനെ നേരത്തെ അങ്ങോട്ട് വെച്ചിട്ട് ഇനി അത് അടച്ചു വെക്കുകയാണ്. തീ ഒരു മീഡിയം രീതി വെച്ചാൽ മതി. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് വേണം ബാക്കി ചേരുവൊക്കെ ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ഒരു മീഡിയം തീയിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. തുറന്ന് നോക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിനാവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ആദ്യമേ ഒന്ന് ഇളക്കി കൊടുക്കും. പല ആൾക്കാരും ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കുമ്പോഴത്തേക്കും ഒന്നി പൊടിഞ്ഞു പോവും, അല്ലെങ്കിൽ കുഴഞ്ഞു പോവും. അങ്ങനെയൊക്കെ എനിക്കറിയാവുന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചെയ്തിട്ട് ശരിയാവുന്നില്ല. ഇത് അവർക്കൂടൊക്കെ ഒരു
ആവശ്യമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇപ്പം ഇങ്ങനെ വിശദമായിട്ടൊക്കെ പറയുകയും കാണിച്ചൊക്കെ ചെയ്യുന്നത്. ഇനി ഞാനിത് ഒന്നുകൂടെ മൂടി വെക്കുകയാണ്. കാര്യം അത് ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഒരല്പസമയം കൂടെ ആയിട്ടുണ്ട് കേട്ടോ. കാര്യം ഉപ്പിട്ടതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി വെച്ചിരിക്കുകയാണ്. തീ കൂട്ടി വെക്കുകയാണെങ്കിൽ ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് വേണം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അടിച്ച് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തീ കുറച്ച് വെച്ച് ഇത് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളൊന്ന് മൂടി വെച്ചത്. ഇനി നമുക്ക് ഈ മെഴുക്കുവരട്ടിക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കും. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കിലോ അളവിലാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. ഇത് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ്. ഇനിയും വേണ്ടത് ഗരം മസാലപ്പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ഇട്ടുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് ചതച്ച മുളക് 1 ടേബിൾ സ്പൂൺ, ഇതും കാശ്മീരി മുളകിൻ്റെ തന്നെയാണ്. അതുകൊണ്ട് എരിവൊന്നും അധികമില്ല. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഈ മസാലയൊക്കെ ഇതിലൊന്ന് പിടിക്കണം. ഇനി ഇത് വെന്ത് പൊടിഞ്ഞു പോകാതെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഇത് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്തിരിക്കുന്നതാണ്. ഒരല്പം സമയം കൊണ്ടിരിക്കട്ടെ. കാര്യം ആ പൊടികളുടെ ആ പച്ചച്ചുവയൊന്ന് മാറണം. അത്ര സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. തീ കുറച്ച് വെച്ച് വേണം അത് റെഡിയാക്കിയെടുക്കാൻ. ഈ മെഴുക്കുവരട്ടിക്ക് ഒരല്പം കൂടെ എണ്ണ വേണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ടതാണ്. ഇപ്പം ഞാൻ അധികമൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ആദ്യത്തെ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് വേകാനുണ്ടെങ്കിൽ തന്നെ ഈ അടുപ്പത്ത് ഇരുന്ന് തന്നെ അതങ്ങ് വേകട്ടെ. ചെറിയ തീയിൽ തന്നെ ഇരുന്ന് നല്ലപോലെ വേകട്ടെ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിനുള്ള ഉപ്പും ആ മുളകിൻ്റെ എരിവൊക്കെ ഉള്ളൂ. ഒരുപാട് എരിവൊന്നുമില്ല. പച്ചമുളകൊന്നും ചേർക്കത്തിട്ടില്ല. അതുപോലെ കുരുമുളക് പൊടിയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് റെഡി ആയതിന് ശേഷം ഞാൻ അടുപ്പങ്ങ് നിർത്തുകയാണ്. ഇത് റെഡി ആയതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. പലർക്കും അറിയാവുന്നതാണ്. അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി അത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി സ്കൂളിൽ കൊടുത്തു വിടാനും അതുപോലെ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഒരല്പം മെഴുക്കുവരട്ടി വെച്ച് കൊടുത്താൽ ആ ചോറിൻ്റെ കൂടെ കഴിച്ചോളും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് ഈ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി. അറിയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കുക. നല്ല ടേസ്റ്റാണ്. വേറൊരു കാര്യമുണ്ട്. ഇനിയും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.